അപ്പോൾ ആ പെൺകുട്ടി, അതായത് പവിത്ര, നേരെ പോയി അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ പഴയകാല കാമുകൻ്റെ, അതായത് രതീഷിൻ്റെ. അവൻ്റെ വീട്ടിൽ ചെന്നുവെങ്കിൽ അവൻ തുറന്നില്ല. അങ്ങനെ രാത്രിയായപ്പോൾ കിടന്നുറങ്ങി. അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ അതിരാവിലെ 4 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ പതിവ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവൻ ലഗേജ് എടുത്ത് പുറത്തിറങ്ങിയത്. അവൾ പോലും അറിയാതെ ഞാൻ ബാംഗ്ലൂരിൽ പോയതായിരുന്നു എന്നായിരുന്നു അവനെ കാണാൻ ചെന്നപ്പോൾ തന്നെ അവൻ ആ വീട്ടിൽ നിന്നും പോയിട്ട് അരമണിക്കൂറായിരിക്കുന്നു. പിന്നെ നിരാശയായി അവൾ വേറൊന്നും ചിന്തിക്കാതെ ഇരുചെവി അറിയാതെയും രാത്രി കിടന്നുറങ്ങിയതുപോലെ കിടന്നിട്ട് പാതിരാത്രി ആയപ്പോൾ അവൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി വച്ചിട്ട് മണ്ണിനൊഴിച്ച് തീകൊളുത്തി മരിച്ചതായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാനും അവളുടെ കൂടെ പോകുന്നത്. ഞാൻ ആ വീട്ടിൽ തനിച്ചായി നിൽക്കുന്ന സമയം ഒരു നിഴൽ അതുവഴി മിന്നി മറയുന്നത് ഞാൻ കണ്ടു. അത് ഞാനൊരു സിഗരറ്റ് എടുത്ത് വലിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് അവളായിരുന്നു. ആ തീകൊളുത്തി മരിച്ച പവിത്രയുടെയും തീവണ്ടിക്ക് തലവെച്ച സുരേഷിൻ്റെയും ആത്മാക്കൾ. പരലോകത്ത് വെച്ചും അവർ